ഞങ്ങൾ കാനഡയിൽ വന്നൊരു 2-3 months ഒക്കെ ആയ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയേക്കുമായിരുന്നു. എനിക്കൊന്ന് ഓഫ് ഡേ ആയിരുന്നു. ഞങ്ങൾ താമസിക്കുന്നത് ഒരു ഷെയർഡ് ആയിട്ടുള്ള വീട്ടിലായിരുന്നു. സോ ഞങ്ങളുടെ റൂമിൽ ഞങ്ങളും ഓപ്പോസിറ്റ് റൂമിൽ 2 പെൺകുട്ടികളും. അന്നത്തെ ദിവസം ഞാനും ഓപ്പോസിറ്റ് റൂമിൽ ഒരു പെൺകുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് ഒരു 1:30, 1:45 ആ ഒരു സമയമൊക്കെ ആയപ്പോൾ എനിക്ക് വാഷ്റൂമിൽ പോകണം. ഞങ്ങൾ ഷെയർഡ് ആയിട്ടുള്ള കോമൺ വാഷ്റൂമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ വാഷ്റൂമിന്റെ ഫ്രണ്ടിൽ പോയി നോക്കിയപ്പോൾ വാഷ്റൂമിനകത്ത് ലൈറ്റ് ഉണ്ട്, ഫോണിന്ന് പാട്ട് കേൾക്കുന്നു, വെള്ളത്തിന്റെ ശബ്ദം. സോ ഓപ്പോസിറ്റ് റൂമിലെ കുഞ്ഞ് കുളിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ തിരിച്ച് എന്റെ റൂമിലോട്ട് പോയി. ഒരു 15-20 മിനിറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ വീണ്ടും വന്ന് നോക്കി. ഞാൻ ചെറുതായിട്ടൊന്ന് നോക്ക് ചെയ്തു. ബട്ട് മേ ബി കുളിച്ചുകൊണ്ടിരിക്കുന്നോണ്ടൊക്കെ ആയിരിക്കണം ആ കുഞ്ഞത് കേട്ടില്ല. നമ്മൾ താമസിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് ഫ്ലോറിലാണ്. താഴെ ബേസ്മെന്റ് ഉണ്ട്. അവിടെ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള റിനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. എന്തോ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ബാക്കിയുണ്ടെന്നാണ് ലാൻഡ്ലോഡ് ഞങ്ങൾ അറിയിച്ചിരുന്നത്. അപ്പൊ താഴെ ഒരു വാഷ്റൂം ഉണ്ട്. അപ്പൊ ഞാൻ ഇനിയിപ്പോ വാഷ്റൂം യൂസ് ചെയ്തതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാണെങ്കിൽ വിടട്ടെ എന്നുള്ള രീതിയിൽ ഒറ്റ മൈൻഡിൽ ഞാൻ താഴെ പോയി. താഴെ വാഷ്റൂമിൽ കയറി കഥ കടച്ചു. എല്ലാം കഴിഞ്ഞ് സമാധാനമായി ഡോറിൽ നോക്കിയപ്പോഴാണ് കാണുന്നത് ഡോറിന് ഹാൻഡിലില്ല. അതായത് എനിക്കിനി ആ കഥക് തുറക്കാൻ പറ്റത്തില്ല. ഞാൻ പാനിക്കാവാൻ തുടങ്ങി. മൈൻഡിൽ കുറെ ചിന്ത, എന്റെ ഭർത്താവിന് എന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ, ഞാൻ ഇവിടെ കിടന്ന് ചത്തുവോ, മാത്രമല്ല പണിക്കാരിനി 2 ആഴ്ച കഴിഞ്ഞത് വരുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ വിഷമിച്ച് ടോയ്ലറ്റിന്റെ സീറ്റ് ഇങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ കൈവച്ചങ്ങിരുന്നു. ഞാനാണെങ്കിൽ പണ്ടേ ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല. അപ്പൊ അവിടെയുള്ള ഡ്രോവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇങ്ങനെ വലിച്ച് കളിക്കാൻ തുടങ്ങി. അറ്റത്തെ ഡ്രോവർ വലിച്ചപ്പം എന്തൊക്കെയോ മെറ്റൽ പീസസ് കിടക്കുന്നു. ഞാൻ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് ചേർത്ത് നോക്കിയപ്പം ഒരു ഹാൻഡിൽ പോലെയായി. ജീവിതത്തിൽ ഒരു ബൾബ് പോലും മാറ്റിയിട്ടില്ലാത്ത ഞാനാണ്. എന്നിട്ട് ആ സാധനം എടുത്ത് ഡോറിലോട്ട് ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തുറക്കുന്ന ഡോറാണ്. ഇങ്ങനെ ചെയ്ത് നോക്കി അൽഹംദുലില്ലാ ഡോറ് തുറന്ന്. എന്നിട്ട് ഞാൻ ഒറ്റ ഓട്ടത്തിന് മേളിൽ എന്റെ റൂമിൽ പോയി അങ്ങിരുന്നു. പിന്നെ എന്റെ ഹസ്ബൻഡ് വന്ന ഉടനെ ഞാൻ ഈ കഥ പറയാൻ തുടങ്ങി. യൂസ്ലി ഒന്ന് തള്ളാതെ ഇറങ്ങി പോടേ. ഞാൻ പേടിച്ച പേടി ആരോട് പറയാൻ, ആര് കേൾക്കാൻ.